നമസ്കാരം. ഇവിടെ കെട്ട് നടക്കുമ്പോൾ പുറത്ത് വെട്ട് നടക്കുമെന്ന് ഗോഡ്ഫാദർ സിനിമയുടെ ക്ലൈമാക്സിൽ നടൻ സിദ്ദിഖ് പറഞ്ഞ ഡയലോഗ് പോലെയാണ് കർണാടകയിലെ കാര്യങ്ങൾ. അയോധ്യയിൽ സ്ഥാപിക്കാനുള്ള വിഗ്രഹം കർണാടകയിൽ നിന്നും പുറപ്പെട്ടുവെന്ന വാർത്ത വന്നതിനു പിന്നാലെ അയോധ്യയിലെ ബാബരി മസ്ജിദ് തകർത്തതിനെ തുടർന്നുണ്ടായ കലാപത്തിൽ പങ്കെടുത്ത 50കാരനെ കർണാടക പോലീസ് തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തു. 1992-ൽ ബാബരി മസ്ജിദ് തകർത്ത് 30 വർഷത്തിന് ശേഷമാണ് ഹുബ്ബള്ളി ജില്ലയിൽ നിന്ന് പൂജാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൃത്യം നടക്കുമ്പോൾ പ്രതി പൂജാരിക്ക് 20 വയസ്സായിരുന്നു. സിദ്ധാരാമയ്യ സർക്കാരിൻ്റെ ഈ നടപടിക്കെതിരെ BJP വമ്പൻ പ്രതിഷേധവുമായി രംഗത്തു വന്നു. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഹിന്ദു പ്രവർത്തകനെ ഭീകരനാക്കുന്നു എന്ന് ആരോപിച്ച് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാനത്ത് രാഷ്ട്രീയ കോലാഹലം തന്നെ സൃഷ്ടിച്ചു. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ 30 വർഷത്തിലധികം പഴക്കമുള്ള കേസ് വീണ്ടും കുത്തിപ്പൊക്കുകയാണ് എന്ന് BJP നേതാക്കൾ ആരോപിച്ചു. രാമക്ഷേത്ര സമരത്തിൽ പങ്കെടുത്തവരെ വേട്ടയാടുകയാണ് കർണാടക സർക്കാർ. അയോധ്യയിലെ മഹാക്ഷേത്രത്തിൻ്റെ കൂദാശയുടെ ചരിത്രപരമായ അവസരത്തിനായി ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയത്ത് കർണാടക സർക്കാർ ഇത്തരമൊരു നടപടിയെടുത്തത് ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് പ്രക്ഷോഭം നടത്തുന്ന BJP മുന്നറിയിപ്പ് നൽകി. കോൺഗ്രസ് സർക്കാർ രാമഭക്തരെ ജയിലിലേക്ക് അയച്ച് ഭയപ്പെടുത്തുകയാണെന്നും BJP ആരോപിച്ചു. ഞാനും മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയും കർസേവയിൽ പങ്കെടുത്തിരുന്നു. എന്നെയും യെദ്യൂരപ്പയെയും അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നാണ് പാർട്ടി നേതാവ് അശോക ചോദിച്ചത്. ജനുവരി 22-ന് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിന് തയ്യാറെടുക്കുന്നതിനിടെ നടന്ന അറസ്റ്റ് കർണാടകയിൽ വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയത്. ബാബരി മസ്ജിദ് രാമജന്മഭൂമി തർക്കത്തിൻ്റെ ഭാഗമായി 1992 ഡിസംബർ 6-ന് കർസേവകരുടെ അക്രമാസക്തമായ ജനക്കൂട്ടം ബാബരി മസ്ജിദ് തകർത്തു. പൊളിക്കലിന് ശേഷം രാജ്യത്തുടനീളം വർഗീയ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അതിൽ 2000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. കലാപകാരികൾക്കെതിരെ സർക്കാർ നടപടിയെടുക്കുകയും വിഷയം അന്വേഷിക്കാൻ ലിബറാൻ കമ്മീഷൻ രൂപീകരിക്കുകയും ചെയ്തു. എന്നാൽ അന്ന് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട പലരും ഒളിവിലായിരുന്നു എന്നാണ് സർക്കാർ ഭാഷ്യം. അയോധ്യയിലെ തർക്കത്തിന് സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചെങ്കിലും അക്രമത്തിനെതിരെ അന്നെടുത്ത കേസുകൾ ഇല്ലാതാവുന്നില്ലെന്നാണ് കർണാടക പോലീസ് പറയുന്നത്. 1885-ൽ ആരംഭിച്ച് 2019 വരെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള കേസുകളിലൊന്നാണ് ബാബരി മസ്ജിദ് രാമജന്മഭൂമി തർക്കം. മസ്ജിദ് പണിയുന്നതിനായി ഉത്തർപ്രദേശ് സുന്നി സെൻട്രൽ വഖഫ് ബോർഡിന് 5 ഏക്കർ സ്ഥലം പകരം നൽകിയാണ് സുപ്രീം കോടതി ആ കേസ് തീർപ്പാക്കിയത്. ആ കേസ് അങ്ങനെ തീർന്നെങ്കിലും തർക്കമന്ദിരം തകർത്തത് ക്രിമിനൽ കുറ്റമാണെന്നും ഒരിക്കലും ചെയ്യരുതാത്ത പ്രവൃത്തിയാണെന്നും വിധി പ്രസ്താവത്തിൽ തന്നെ സുപ്രീം കോടതി പറഞ്ഞ സ്ഥിതിക്ക് അനുബന്ധ കേസുകൾ നിലനിൽക്കുന്നവയാണെന്നും അതിന്മേലൊക്കെ നടപടി തുടരേണ്ടതുണ്ടെന്നും വ്യക്തമാണ്. എന്തായാലും അന്ന് ചാർജ് ചെയ്ത കേസുകൾ 30 വർഷത്തിന് ശേഷം പൊടിതട്ടിയെടുത്ത സിദ്ധാരാമയ്യ സർക്കാർ ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ ആ മുറിവ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു എന്ന കാര്യം പറയാതെ വയ്യ.